യഥാർത്ഥത്തിൽ ഈ ഓൺലൈൻ പെൺവാണിപ്പ് ഏറ്റവും ചർച്ച ചെയ്യപ്പെടാൻ കാരണക്കാരൻ താങ്കളും താങ്കളുടെ അന്വേഷണ സംഘമായിരുന്നു. എന്തായിരുന്നു ഇങ്ങനെ ഒരു അന്വേഷണം നടത്താൻ താങ്കളെ പ്രേരിപ്പിച്ചത്? യഥാർത്ഥത്തിൽ എന്നെയല്ല പ്രേരിപ്പിച്ചത്, എന്റെ സ്റ്റേറ്റ് പോലീസ് ചീഫിനെയാണ്. അദ്ദേഹത്തിന് കിട്ടിയിരുന്ന കുറെ നിർണായകമായ വിവരങ്ങൾ, കുറച്ചു കാലമായിട്ട് അദ്ദേഹം മുമ്പ് ADGP ഇന്റലിജൻസ് ആയിരുന്നപ്പോൾ തൊട്ട് പ്രോസസ് ചെയ്തുകൊണ്ടിരുന്ന വിവരങ്ങൾ, അത് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് ഓപ്പറേഷൻ ബിഗ് ഡാഡി എന്ന് പേരിട്ടുകൊണ്ട് എന്നെ ചുമതലപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ ക്രൈംബ്രാഞ്ചിന്റെ IG ആയിട്ട് ചുമതലയേറ്റപ്പോൾ. ഈ അന്വേഷണത്തിനിടയിൽ താങ്കൾ ഏറ്റവും നടുക്കിയ കാര്യം എന്താണ്? അതായത് താങ്കൾക്ക് ഉറങ്ങാൻ ചെന്ന് കിടക്കുമ്പോഴും ഇത് താങ്കളെ വേട്ടയാടുന്നു മനസ്സിനെ. അതായത് ഒരു പോലീസ് ഓഫീസറിനപ്പുറം ഒരു കേരളത്തിൽ ജീവിക്കുന്ന ഒരു മലയാളി എന്ന നിലയിൽ താങ്കളെ ഏറ്റവും അലട്ടുന്ന പ്രശ്നം എന്താണ്? ഇക്കാര്യം നമ്മുടെ കുഞ്ഞുങ്ങൾ ഒരു തരത്തിലും സുരക്ഷിതരല്ല എന്നുള്ളൊരു സത്യം ഓരോ 8 മിനിറ്റിലും ഇന്ത്യയിൽ ഒരു കുഞ്ഞ് കാണാതെ പോവുകയാണ്. അതിൽ ഇങ്ങനെ അപ്രത്യക്ഷമാകുന്ന കഥകളും ഈ ഇങ്ങനെയുള്ള പെൺവാണിഭ സംഘത്തിന്റെ ഇന്റർനെറ്റ് ഓപ്പറേഷൻസും തമ്മിൽ എന്തെങ്കിലും ബന്ധമുള്ളതായിട്ട് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? 72% അഖിലേന്ത്യാ തലത്തിൽ കാണാതാവുന്ന കുട്ടികൾ ഇത്തരത്തിലുള്ള സംഘങ്ങളിൽ എത്തിപ്പെടുന്നതായിട്ടാണ് അനൌദ്യോഗിക കണക്ക്. ഔദ്യോഗികമായിട്ട് ഈ കണക്ക് വരാൻ സാധിക്കാത്തതിന് പ്രധാനപ്പെട്ട ഒരു കാരണം, ഇതിൽ നിന്ന് രക്ഷപ്പെട്ട് കഴിയുമ്പോൾ ഈ വ്യക്തികൾക്ക് ആർക്കും തന്നെ ഇവരുടെ ഈ ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ താല്പര്യമില്ല. നിയമപരമായിട്ട് അവർക്ക് നല്ല പരിരക്ഷ ലഭിക്കുന്നു. അതിനവരെ നിർബന്ധിക്കുന്നത് ശരിയുമല്ല. അതുകൊണ്ട് തന്നെ കൃത്യമായി ശാസ്ത്രീയമായ ഒരു കണക്ക് സത്യം പറഞ്ഞാൽ അവൈലബിൾ അല്ലെങ്കിൽ പോലും അനൌദ്യോഗികമായിട്ടും ഞങ്ങളുടെ അന്വേഷണത്തിൽ നിന്നും രഹസ്യവിവരങ്ങളിൽ നിന്നൊക്കെ ഈ പറഞ്ഞ എസ്റ്റിമേറ്റ് ഒരു മോഡസ്റ്റ് എസ്റ്റിമേറ്റ് ആണ് എന്ന് വേണം പറയാൻ. ഇത് വളരെയധികം നമ്മളെ ചകിതരാക്കേണ്ട ഒരു സംഗതിയാണെന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഞാൻ താങ്കളിലേക്ക് വീണ്ടും വരാം. അതിനുമുമ്പ് നമുക്കൊരാളെ പരിചയപ്പെടാം. ഈ ഓഫീസർ പറഞ്ഞത് താങ്കൾ കേട്ടോണ്ടിരിക്കുകയായിരുന്നല്ലോ. ഈ എങ്ങനെയായിരുന്നു താങ്കൾ ഇങ്ങനെ ഒരു പെൺവാണിഭ സംഘത്തിന്റെ റാക്കറ്റിൽ പോയി പെട്ടത്? എന്റെ ഫോൺ താഴെ ചാടി എന്റെ ഡിസ്പ്ലേ പോയി ഫോണിന്റെ. അപ്പൊ ഞാനത് നന്നാക്കാൻ വേണ്ടി ഒരു ഷോപ്പിൽ കൊടുത്തു. ഷോപ്പിൽ കൊടുത്ത് 2 ദിവസത്തിനുള്ളിൽ എനിക്ക് നന്നാക്കി കിട്ടി. 3-ാം ദിവസം എന്റെ ഫോണിലേക്ക് ഒരു കോള് വന്നു. രാജേഷ് എന്ന പേര് വെളിപ്പെടുത്തി എന്റെ അടുത്ത്, അങ്ങനെയാണ് പറഞ്ഞത്. അത് കഴിഞ്ഞ് എൻ്റെ അടുത്ത് പറഞ്ഞു, തൻ്റെ മെസ്സേജ് കുറെ ഫോട്ടോസൊക്കെ എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് അത് പിറ്റേ ദിവസം എൻ്റെ വാട്സപ്പിലേക്ക് ഒരു എഡിറ്റഡ് ഫോട്ടോ വന്നു. വേറൊരാളുടെ ബോഡി എൻ്റെ ഫേസൊക്കെ വെച്ചിട്ട് ഒരു ഫോട്ടോ വന്നു. അപ്പൊ ഞാൻ ശരിക്കും ഷോക്കായി പോയി. എന്നിട്ട് ഞാൻ ഈ വിളിച്ച നമ്പറ് ഞാൻ കുറെ തവണ ബ്ലോക്ക് ലിസ്റ്റിലിട്ടെങ്കിലും വേറെ നമ്പറുകളിൽ നിന്ന് വിളിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞ് എൻ്റെ അടുത്ത് ഇന്ന സ്ഥലത്ത് വരണം, അല്ലെങ്കിൽ ഇതെല്ലാവർക്കും അയച്ചു കൊടുക്കും, ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. അപ്പൊ എനിക്ക് മെന്റലി ഭയങ്കര ബുദ്ധിമുട്ടായി. എൻ്റെ പാരൻസിനോട് ആരോടും ചോദിക്കാൻ പറ്റാത്ത. അപ്പൊ ഇത് എങ്ങനെ ഇവരുടെ കയ്യിൽ കിട്ടിയെന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ എന്നിട്ട് ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ചു, എൻ്റെ ഫ്രണ്ട്സിനോട് ചോദിച്ചു, ഇങ്ങനെ ഫോട്ടോസൊക്കെ ഇങ്ങനെ പോവാൻ എന്തെങ്കിലും ചാൻസ് ഉണ്ടോ? ഞാൻ ആർക്കും അയച്ചു കൊടുത്തിട്ടില്ല. അപ്പൊ എങ്ങനെ ഇതായെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോ റിക്കവറി സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് എടുത്തതായിരിക്കാം എന്ന് പറഞ്ഞു. നേരിട്ടാണോ ഫോൺ വഴിയാണോ? ഫോൺ വഴിയാണ്. താങ്കൾക്കറിയാമോ? കടയിലെ ആളാന്നാ പറഞ്ഞത്. ഞാൻ ഈ ഫോൺ നന്നാക്കാൻ കൊടുത്ത കടയിലെ ആളാണ് എന്നാ എൻ്റെ അടുത്ത് പറഞ്ഞത്. പിന്നെ എനിക്ക് വാട്സപ്പിൽ ഇങ്ങനെ ഒരു ഫോട്ടോ വന്നപ്പോൾ ഞാൻ ശരിക്കും ഷോക്കായി പോയി. അപ്പൊ എനിക്ക് മനസ്സിലായി ഇത് വേറൊരു ചെറിയ ഭീഷണിയല്ല എന്നെനിക്ക് മനസ്സിലായി. പിന്നെ എല്ലാവർക്കും അയച്ചു കൊടുക്കും എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ശരിക്കും അതിൻ്റെ ഉള്ളിൽ ഭയങ്കരമായിട്ട് ഇതായിപ്പോയി. ഞാൻ ശരിക്കും ഷോയിൽ വരാൻ കാരണം ഒരു പെൺകുട്ടികൾക്കും ഇങ്ങനെ ഇതാവരുത്. ഞാൻ എപ്പോഴും എല്ലാവരോടും പറയും, ഒരിക്കലും ലേഡീസ് മൊബൈൽ റിപ്പയർ ചെയ്യാൻ കൊടുക്കരുത്, ലേഡീസ് പോയി കൊടുക്കരുത്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഈ നോർമലി നമ്മുടെ മൊബൈലിൽ റിപ്പയർ ചെയ്യുന്ന ഷോപ്പുകളുടെ ഒക്കെ പിന്നില് ഇതുപോലെ ചില സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ആ കുട്ടി പറഞ്ഞത് കറക്റ്റാണ്, വളരെ കറക്റ്റാണ് ആ കുട്ടി പറഞ്ഞത്. ഇതല്ല, ഇതിലപ്പുറവും നടക്കുന്നുണ്ട് മൊബൈൽ റിപ്പയർ ഷോപ്പ് വെച്ചിട്ട്. ഞാൻ മറ്റൊരു കാര്യം പറഞ്ഞുതരാം. ഇപ്പൊ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഒരു കോളേജിൽ കമ്പ്യൂട്ടർ സയൻസ് അസോസിയേഷന്റെ ചീഫ് ഗസ്റ്റ് ആയിട്ട് പോയപ്പോൾ ആ പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു കുട്ടി എന്നെ വന്ന് കണ്ടു. എന്നിട്ട് ആ കുട്ടി പറഞ്ഞൊരു കാര്യം, എങ്ങനെയോ ഞാൻ അയക്കുന്ന മെസ്സേജസ് ഒക്കെ മറ്റൊരാൾക്ക് കിട്ടിക്കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ അത് കിട്ടുക എന്നുള്ളത്, അത് കിട്ടുന്ന ആള് എൻ്റെ നൈബറാണ്. ആ നൈബർ എന്നെ കല്യാണം കഴിക്കും. കാരണം ഞാൻ എല്ലാ മെസ്സേജും അവരായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്നുണ്ട്. മെസ്സേജ് കിട്ടുന്നുണ്ട് എന്നുള്ളതല്ല, വിവരങ്ങൾ ഷെയർ ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പൊ ഈ വിവരങ്ങൾ നോക്കിയപ്പോ ഈ മെസ്സേജ് വഴിക്ക് പലർക്കും അയച്ചതും കിട്ടിയതുമായിട്ടുള്ള കാര്യങ്ങളാണ് ഇയാൾക്ക് അറിയുള്ളൂ, അല്ലാതെ ഓറലായിട്ട് പറഞ്ഞ കാര്യങ്ങൾ അറിയില്ല. അപ്പൊ മെസ്സേജ് അതിന്റെ കോപ്പി അയാൾക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളതായിരുന്നു സംശയം. ഈ കുട്ടി എന്നെ അന്വേഷിച്ചപ്പോ
ഇത് എന്താ റിപ്പയർ ചെയ്യാൻ കൊടുത്ത ഷോപ്പിന്റെ ഓണറുടെ ഫ്രണ്ടാണെന്ന് മനസ്സിലായി. ഈ കേസും കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ എത്തിയപ്പോ SI ഈ കുട്ടിയെ വരട്ടി നൈബറായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അയാളെ ഇങ്ങനെ ജയിലിലിടാനുള്ള പണിയല്ല നോക്കണ്ട, അത് നിങ്ങൾ പറഞ്ഞ് സംസാരിച്ച് തീർക്കണം, അല്ലാതെ എന്താ ഇങ്ങനെ ചതിക്കുഴിയിൽ വീഴ്ത്തരുത്, സ്ത്രീകൾക്ക് ഇങ്ങനെ ചില പ്രൊട്ടക്ഷൻ ഉണ്ടെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇതിന് മെസ്സേജ് റെപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അത് ആൻഡ്രോയിഡ് മൊബൈലിലുണ്ട്, വിൻഡോസ് മൊബൈലിലുണ്ട്. അത് ഇട്ട് കഴിഞ്ഞാൽ എന്താ അതിലൊരു നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ, അപ്പൊ നിങ്ങളുടെ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ, അപ്പൊ ആ കുട്ടിയുടെ നമ്പർ മൊബൈലിന് മൊബൈലിൽ ഈ സോഫ്റ്റ്വെയർ ഇട്ടിട്ട് നിങ്ങളുടെ നമ്പർ കൊടുത്താൽ ഈ കുട്ടി ആർക്കൊക്കെ എന്തൊക്കെ മെസ്സേജസ് അയക്കുന്നു അതിന്റെയൊക്കെ കോപ്പി നിങ്ങളുടെ ഇതേപോലെ കോൾ റെപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഉണ്ട്. അത് ഇട്ട് കഴിഞ്ഞാൽ ആ കുട്ടി മൊബൈൽ റിങ് ചെയ്താൽ നിങ്ങളുടെ മൊബൈൽ പഠിക്കും. അവർ രണ്ടുപേരും സംസാരിക്കുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. ഇതൊക്കെയും ഈ മൂന്നിൽ ഏതെങ്കിലും ഒന്ന് അല്ലെങ്കിൽ മൂന്നും ഈ കുട്ടിയുടെ കേസിൽ സംഭവിച്ചിട്ടുണ്ട്. ഈ നെറ്റിന്റെ അപാരമായ സാധ്യത ശ്രീജിത്ത് പറഞ്ഞതുപോലെ മുന്നിലുള്ളപ്പോൾ തന്നെ ഇതിന്റെ ചതിക്കുഴികളും വളരെ കൂടി വരുന്നതായിട്ട് കാണുന്നു. പ്രത്യേകിച്ച് ഇതിന്റെ മുഴുവൻ സാധ്യതകളൊക്കെ നമ്മളിപ്പം സംപ്രേഷണം ചെയ്യുകയാണെങ്കിൽ ഒരുപക്ഷെ പെൺകുട്ടികളുള്ള മാതാപിതാക്കൾക്ക് ഉറങ്ങാൻ പറ്റത്തില്ല, ആൺപിള്ളേരുള്ള മാതാപിതാക്കൾക്ക് അസ്വസ്ഥരായി അവർ ഇറങ്ങി നടന്നെന്ന് വരും. അപ്പൊ അങ്ങനെ ഒരു ഈ സൊസൈറ്റി ഒരു അപകടപ്പെടുത്താൻ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല എങ്കിൽ പോലും ചില സത്യങ്ങൾ ചില ആളുകൾ അറിഞ്ഞേ പറ്റൂ. അപ്പൊ നമ്മുടെ മാതാപിതാക്കൾ എന്ത് ചെയ്യണം? ഇപ്പൊ നമ്മുടെ ഹൈക്കോടതി ജഡ്ജി തന്നെ സൂചിപ്പിക്കുണ്ടായി, ഈ കമ്പ്യൂട്ടറൊക്കെ തന്നെ എല്ലാവർക്കും കാണാൻ പറ്റുന്ന സ്ഥലത്ത് വയ്ക്കണം. ഇങ്ങനെയൊക്കെ ഒരു സാഹചര്യം നമ്മുടെ വീടുകളിൽ ഉണ്ടാക്കുന്നത് ഇങ്ങനെയൊക്കെയുള്ള ചതിക്കുഴികൾ നമ്മുടെ പെൺകുട്ടികളും നമ്മുടെ ആമ്പിള്ളാരും ഒക്കെ പോയി വീഴുന്നതുകൊണ്ടാണ്. താങ്കൾക്ക് ഇതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? ഒരു മൗസ് ക്ലിക്ക് പോലും സ്റ്റോർ ചെയ്യപ്പെടും. അതായത് ഒരു കമ്പ്യൂട്ടർ ആയാലും ഒരു മൊബൈൽ ആയാലും നമ്മളൊന്ന് ഒരു കീ പ്രസ് ചെയ്താൽ ആ കീ അതിന്റെ തെളിവ് അവിടെ ഉണ്ടാവും. നമ്മൾ അതായത് ഒരു ഫോട്ടോ എടുക്കുക, ഒരു ഫോട്ടോ സേവ് ചെയ്തു എന്ന് വിചാരിക്കുക, ആ ഫോട്ടോ സേവ് ചെയ്ത ഫോട്ടോ അതിനകത്ത് ഉണ്ടാവും. ഫോട്ടോ ഡിലീറ്റ് ചെയ്തു എന്ന് വിചാരിക്കുക, അത് ആക്ച്വലി അതിന്ന് നഷ്ടപ്പെടുന്നില്ല, അതിന്ന് പോകുന്നില്ല, അത് നമുക്ക് കാണുന്നില്ല, അത് ഡിലീറ്റഡ് ആയി എന്ന് മാത്രമേ ഉള്ളൂ. ഇറ്റ് ഈസ് മാർക്ഡ് ഫോർ ഡിലീഷൻ ആണ്, ആക്ച്വൽ